guys, welcome back to our channel. അപ്പോൾ നമ്മളിൽ പലരും അതായത് പലരും ഞാനും എല്ലാവരും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ത് ഡാൻഡ്രഫ്. എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. അതിനാണെങ്കിൽ പാക്ക് ഇടണം, അതുപോലെ അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരുപാട് റെമഡീസ് നമ്മൾ കാണുന്നുണ്ട്. കുറേ പേര് ഇത് ട്രൈ ചെയ്യുന്നുണ്ട്, റിസൾട്ട് കിട്ടാതെ വരുന്നുണ്ട്, വീണ്ടും ഇരട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി എന്ന് വെച്ചാൽ ഒരു സംശയമില്ല അത്രയും ഒരു സൂപ്പർ മാജിക്കൽ റെമഡിയാണ് ഞാൻ പറയുന്നത്. ഒരു പാടില്ല, മിക്സിയിലരയ്ക്കുക, അത് ചെയ്യുക ഇത് ചെയ്യുക, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളില്ല. ഞാൻ തന്നെ ഇത് വർക്ക് ചെയ്യോ ഇല്ലേ എന്ന് ഒരു കൺഫ്യൂഷനോട് കൂടിയിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തത്. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് എനിക്ക് കിട്ടി. അത് അത്രയും അടിപൊളി റെമഡിയാണ്. നിങ്ങൾ എൻ്റെ കമന്റ് സെക്ഷനിൽ തമ്പനെയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഒരുപോലെ അടിപൊളിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി ഡാൻഡ്രഫ് റെമഡിയാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് കാണാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ദേ ഞാൻ ഈ റെമഡി യൂസ് ചെയ്യുന്നതിന് മുന്നേയുള്ള എൻ്റെ തലയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഓയിലി സ്കാപ്പും ഈ ചുരണ്ടി ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിക്ക് ഡാൻഡ്രഫ് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഡാൻഡ്രഫ് ഒക്കെ വരുന്നത് കോമൺ ആണ്. അത് ചിലർ പുറത്ത് പറയും, ചിലർ പുറത്ത് പറയില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ റെമഡി കണ്ടുപിടിക്കുക എന്നുള്ള നമ്മളെ ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷാമ്പു എടുക്കുന്നുണ്ട്. ട്രെസമയുടെ ഷാമ്പു ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് ഏറ്റവും നല്ലത്. ഈ റെഡ് കളറിൽ ഈ ഓറഞ്ച് കളറിൽ ഞാൻ ഒഴിച്ചു കൊടുത്തത് ഒരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. ബോഡി വൈസിന്റെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് കേട്ടോ. ആന്റി ഡാൻഡ്രഫ് ഷാമ്പു മാത്രം എടുത്താലും മതി. അതിന്റെ കൂടെ നിങ്ങൾ ഈ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഇത് ഈ ഒരു മിക്സിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിൽ, അതായത് വെള്ളം വെച്ച് നനച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിൽ ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ടാണ്. ഈ ഒരു ലെമൺ ജ്യൂസ് നമ്മളെ തലയിൽ വരുന്ന ഡാൻഡ്രഫിന് ബെസ്റ്റ് ആണ്. അതിനുശേഷം ഷാമ്പു മിക്സ് യൂസ് ചെയ്തില്ലേ, അതിനുശേഷം നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുക. കണ്ടീഷണർ ഉപയോഗിച്ച് തല നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഈ ഒരു ടോണിക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് വന്നിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു പകുതി നാരങ്ങ നല്ലപോലെ പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ തലയിൽ ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ജസ്റ്റ് തലയിലെ സ്കാൽപ്പിൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളെ കൈവച്ച് ചെറിയൊരു മസാജ് നമ്മുടെ സ്കാൽപ്പിൽ കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. നല്ലപോലെ വാഷ് ചെയ്ത് കളയുക. അടിപൊളി റിസൾട്ടാണ് ഗൈസ്. നിങ്ങൾ എൻ്റെ നേരത്തെയുള്ള സ്കാൽപ്പും ഇപ്പം ഈ കാണിക്കുന്ന സ്കാൽപ്പും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ തന്നെ ഇൻസ്റ്റന്റ് റിസൾട്ട് എന്ന് പറയില്ലേ, ഒരുപാട് മാറ്റമുണ്ട്. ഇത് അങ്ങനെ എങ്ങനെയൊന്നും പെട്ടെന്ന് ഡാൻഡ്രഫ് വരാനായിട്ട് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും വരത്തൊന്നുമില്ല. ഇത് നിങ്ങൾ മൊത്തം കാണണം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന്. മാത്രമല്ല ഇത് എത്ര ദിവസം യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഒരു അടിപൊളി റെമഡിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തേ പറ്റൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റെമഡി ആഴ്ചയിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. കാരണം ലെമൺ ആണ്, അസിഡിക് ആണ്. അപ്പൊ നമ്മുടെ സ്കാൽപ്പിൽ ഒരുപാട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് മാക്സിമം എത്ര പ്രാവശ്യം യൂസ് ചെയ്യുന്ന വെച്ചാൽ വീക്ക്ലി ട്വൈസ്. പിന്നെ ഫസ്റ്റിൽ നമുക്ക് ഇൻസ്റ്റന്റ് ഒരു റിസൾട്ട് കാണാൻ പറ്റും. പക്ഷെ ഈ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് ചോദിച്ചാൽ മനസ്സിലാവും വീണ്ടും നമ്മുടെ തലയിൽ കാര്യങ്ങളൊക്കെ കാരണം ഡാൻഡ്രഫ് വീണ്ടും വരും. പക്ഷേ അത് നമ്മൾ റെമഡീസ് ചെയ്യുമ്പോൾ കുറെ കൂടി കൺട്രോൾഡ് ആവും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ആഴ്ചയിൽ 2 ദിവസമാണ് ഇത് ചെയ്യേണ്ടത്. ഒരു ദിവസം ചെയ്താലും മതി. അത്രയേറെ ഡാൻഡ്രഫ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ഡേയ്സോ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവൂ. അതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു ഹാക്കാണ്. എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ഒരു പാടുമില്ല ഈ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു റെമഡി കിട്ടും എന്ന് എനിക്ക് തോന്നണില്ല ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും എന്തായാലും റിസൾട്ട് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അത്രയും എനിക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു റെമഡി ആയിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത്. അപ്പൊ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.